അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൾ. മന്ധരേ, ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തൊരു മൂലമലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർഭിതേ കിടന്നെപ്പോഴും നീയുറങ്ങിടുന്നറിയാതെ. ഏറിയൊരാപത്തു വന്നടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. യുദ്ധമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു ദാനവും ചെയ്തു കേകയപുത്രിയും. ചിത്രമായൊരു ചാമീകരനൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപം ഉപാഗതമിന്നു നീ. ചൊല്ലുവാൻ കാരണം ഞാനറിഞ്ഞില്ലതിനുള്ളൊരവകാശമേതും നിരൂപിച്ചാൽ. എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ മോഹൻകുമാറും രമാദേവിയും. ഇത് ശ്രീമദ് വാൽമീകി രാമായണ പരമ്പര. ആ പരമ്പരയിൽ 121 ഭാഗം മന്ദരയുടെ ആക്ഷേപം. വളരെ രസകരവും വിജ്ഞാനപ്രദവുമാണ് ഈ ഭാഗം. സൽസ്വഭാവിയെ എങ്ങനെ ദുർസ്വഭാവിയായി മാറ്റാം, അതിനുള്ള അടിത്തറയിടുകയാണ് ഇവിടെ. നമ്മുടെ താല്പര്യത്തിന് അനുസരിച്ച് മറ്റൊരാളെ നമ്മുടെ പരിധിയിൽ എങ്ങനെയാക്കാം. മഹർഷി വാൽമീകി ഒരു പുതിയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അതാണ് മന്ദര. ഇവളുടെ വേറബുട്സ് അൺനോൺ. ദശരഥ പത്നി കൈകേയിയോടൊപ്പം താമസിക്കുന്നു. രാമൻ്റെ അഭിഷേകത്തോടനുബന്ധിച്ച് ഉത്സവം നടക്കുകയാണ്. ആ അയോധ്യയിലെ ഉത്സവം മന്ദര കാണുന്നു. എന്താണ് അവർ കണ്ടത്? ജ്ഞാതിദാസീയദോ ജാത കൈകേയാസ്തു സഹോഷിത പ്രാസാദം ചന്ദ്രസങ്കാശം ആരുരോഹയ ധൃജയ. സിദ്ധരാജപദാം രമ്യാം പ്രകീർണകുസുമോത്കരാം അയോധ്യാം മന്ദരാ തസ്മാത് പ്രാസാദാദന്വൈക്ഷത. പതാകാഭിർവരാഹാഭിഃ ധ്വജൈശ്ച സമലംകൃതാം സിക്താം ചന്ദനതോയൈശ്ച ശിരസ്നോദജനൈർഹൃതാം മാല്യമോദഗഹസ്തൈശ്ച ദ്വിജേന്ദ്രാരഭിനാദിതാം ശുക്ലദേവഗൃഹദ്വാരാം സർവവാദിത്രനിസ്വനാം സംപ്രഹൃഷ്ടജനാകീർണാം ബ്രഹ്മഘോഷാവിനാദിതാം പ്രഹൃഷ്ടവരഹസ്ത്രശ്വാം സംപ്രണർദിതഗോവൃഷാം പ്രഹൃഷ്ടമുദിതൈ പൗരൈഃ ഉത്സൃതധ്വജമാലിനീം
അയോധ്യാം മന്ദരാ ദൃഷ്ട്വാ പരം വിസ്മയമാഗത. ജ്ഞാതി ദാസീത്തു, പിതാവിനാൽ ദാസിയാക്കപ്പെട്ട, യതഹ ജാത, എവിടെയോ ജനിച്ച, കയ്യേയ സഹ ഉഷിത, കൈയോടൊപ്പം താമസിക്കുന്ന ആ മന്ദര യാദൃച്ഛികമായി ചന്ദ്രസങ്കാശം പ്രാസാദം, വെണ്മ നിറഞ്ഞ ആ കൊട്ടാരത്തിൻ്റെ ആരുരോഹ, മുകളിലേക്ക് കയറി ചെന്നു. യദൃച്ഛയ എന്ന പദത്താൽ മന്ദര മുകളിൽ ചെന്നത് യാദൃച്ഛികമായിരുന്നു, ആക്സിഡൻ്റലായിരുന്നു. ദേവന്മാരുടെ നിയോഗത്താൽ രാമാഭിഷേകം മുടക്കുവാനാണ് മന്ദരയെ നിയോഗിച്ചതെന്ന് പറയുന്നു. അധ്യാത്മരാമായണ പ്രകാരം മന്ദരയുടെ നാവിൽ ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം, അവരുടെ ഉത്തരവ് പ്രകാരം സരസ്വതി ദേവി മന്ദരയുടെ ആ കൂനിയുടെ നാവിൽ എത്തിച്ചേർന്നു എന്നും പറയുന്നു. പ്രകീർണ കുസുമ ഉത്കരാം രമ്യാം, പുഷ്പങ്ങൾ വിതറി അലങ്കരിച്ച് രമ്യമായ സിക്ത രാജപഥാം, തളിച്ച് വൃത്തിയാക്കപ്പെട്ട രാജവീതികളോടെയുള്ള അയോധ്യയെ, അയോധ്യാം മന്ദര, ആ മന്ദര തസ്മാത് പ്രാസാദാത് അന്വവൈശത, ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കി കണ്ടു, ആ അയോധ്യയെ കണ്ടു. അയോധ്യ പട്ടണം എങ്ങനെയാണ് മന്ദര കണ്ടത്? അതിനെപ്പറ്റി വാൽമീകി മഹർഷി തുടരുന്നു. പതാകഭിഹി, പതാകകളാലും, വരാർഹഭിഹി ധ്വജൈഹീജ, ശ്രേഷ്ഠങ്ങളായ വിലപിടിച്ച ധ്വജങ്ങളാലും, സിക്താം, നന്നായിട്ട് നനച്ച് വെടുപ്പാക്കിയ ആ അയോധ്യാപട്ടണം സമലങ്കൃതാം, നന്നായ രീതിയിൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. ശിരസ്നാദ ചന്ദന തോയൈച, ശിരസ്നാദ തലകുളിച്ച, ചന്ദന തോയൈച കളപ്പക്കൂട്ടണിഞ്ഞ, ജനയുതാം ജനങ്ങളാൽ നിറയപ്പെട്ടിരുന്നു. ഇനി ബ്രാഹ്മണരോ ദ്വിജേന്ദ്രിയേഹി, അവരാൽ മാല്യ മോദക പുഷ്പങ്ങളും മധുര പലഹാരങ്ങളും ഹസ്തൈഹി കൈകളിൽ വെച്ചുകൊണ്ട്, കൈകളിൽ എന്തിക്കൊണ്ട്, അഭിനാദിതാം പാട്ടൊക്കെ പാടി അവരങ്ങനെയെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പിന്നെയോ ശുക്ല ദേവഗൃഹദ്വാരാം, നല്ല വെണ്മ നിറഞ്ഞതായിരുന്നു ദേവാലയങ്ങളുടെ വാതിലുകൾ, വാതിലുകളൊക്കെ നന്നായിട്ട് വൈറ്റ് വാഷ് ചെയ്തിരുന്നു. സർവവാദിത്ര നിസ്വനാം, ബഹുവിധങ്ങളായ അനേക വിധത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ഘോഷങ്ങൾ അവിടെ കേൾക്കാമായിരുന്നു. പിന്നെ സംഭകൃഷ്ട ജന ആഗീകരണം, ജനങ്ങൾ വളരെ സന്തോഷവാന്മാരായി നിറയപ്പെട്ടിരുന്നു. ബ്രഹ്മഘോഷ അഭിനാദിതാം, അവിടെയെല്ലാം വേദങ്ങൾ ചൊല്ലുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. പ്രഹൃഷ്ട വര ഹസ്തി അശ്വാം, വളരെ ഹാപ്പി ആയിട്ടുള്ള സന്തോഷവാന്മാരായിട്ടുള്ള ശ്രേഷ്ഠങ്ങളായ ആനകളും കുതിരകളും നിറഞ്ഞിരുന്നു. പിന്നെയോ സംപ്രണർദ്ദിത ഗോവൃഷാം, ഉത്സാഹം കൊണ്ട് മൂക്രയിടുന്ന പശുക്കളും അതുപോലെ തന്നെ കാളകളെയും കാണാമായിരുന്നു. ഒരു ശ്രിത ധ്വജമാലിനിയും, പുഷ്പാലങ്കാരത്തോടുകൂടി വളരെ ഉയരത്തിൽ ധ്വജങ്ങൾ, കൊടികൾ നാട്ടിയിരുന്നു. ഹൃഷ്ടമുദിതൈ പൗരൈഹി, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ജനങ്ങളെല്ലാം വളരെ സന്തോഷവാന്മാരായിരുന്നു. അങ്ങനെയുള്ള അയോധ്യാം, അയോധ്യയെ മന്ദരാദൃഷ്ട, മന്ദര കണ്ടിട്ട് പരം വിസ്മയമാകത, അത്ഭുതം തോന്നി. ഇത്ര വലിയ ആഘോഷം എന്താണ്? മന്ദര ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. അല്ലേ, രാത്രിയല്ലേ അടുത്തിരിക്കുന്നത്, രാമൻ്റെ പോറ്റമ്മ. അവരോട് ചോദിക്കാം. 7 മുതൽ 11 വരെയുള്ള ശ്ലോകങ്ങൾ അതിനെ സംബന്ധിച്ചാണ്. ധാത്രിയുമായുള്ള സംവാദം.
साहर्षोद्भुल्लनयनां पाण्डुरक्षौमवासिनीम् अविदूरे स्थितां दृष्ट्वा धात्रीं पप्रच्छमन्तराम् उत्तमेनाभिसंयुक्ता हर्षेणार्थपरा सती राममाता धनं किं नु जनेभ्यः सम्प्रयच्छति अतिमात्रं प्रहर्षोऽयं किं जनस्य च शंसमे कारयिष्यति किं वापि सम्प्रहृष्टो महीपतिः बिभीर्यमाणा हर्षेण धात्री तु परया मुदा आचचक्षेदकुब्जायै भूयसीं राघवाश्रियम् शः पुष्येण जिदक्रोधं यौवराज्येन राघवं राजा दशरथो रामम् अभिषेजयिदानकम् സാ ആമന്തര ഹർഷ ഉത്പുല്ല നയനാം നല്ല വിടർന്ന കണ്ണുകളോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി പാണ്ഡുര ക്ഷൗമ വാസിനിയും വെൺപട്ടുടുത്ത് അവിദൂരെ സ്ഥിതാം ദൃഷ്ട വളരെ അടുത്ത് ഇരിക്കുന്ന ധാത്രിയെ കണ്ട് മന്ദര ചോദിച്ചു. എന്തു ചോദിച്ചു? ഇത്രയും വലിയ ആഘോഷം എന്താ ഇവിടെ നടക്കുന്നത്? ഇതിനു മാത്രമൊക്കെ പണം ഇവിടുന്ന? രാമമാത അർത്ഥപരാസതി, എപ്പോഴും ഖജനാവ് നിറയ്ക്കണം, കൂടുതൽ കൂടുതൽ ധനം സമ്പാദിക്കണം എന്ന ആഗ്രഹമുള്ള കൗസല്യാദേവി, പിശുകിയായ കൗസല്യാദേവി ഉത്തമേന ഹർഷേണ അഭിസംയുക്ത, ഇത്ര വലിയ സന്തോഷത്തോടുകൂടി വിളങ്ങിയവളായി ജനേഭ്യഃ ജനങ്ങൾക്ക് ധനം സംപ്രയച്ഛതി ധനം വാരിക്കോരി നൽകുന്നല്ലോ. കിംനു, എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതിമാത്രം അളവറ്റതായ അയം ജനസ്യ, ഈ ജനങ്ങളുടെ പ്രഹർഷ സന്തോഷം, കിം അഭി, എന്താണ് കാരണം? എന്തുദ്ദേശിച്ചാണ്? എന്തിനു വേണ്ടിയാണ്? സംപ്രഹൃഷ്ട മഹീപതി, സന്തോഷവാനായി രാജാവ് ദശരഥ മഹാരാജാവ് കിം വാ കാരയിഷ്യതി, അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്? മേ ശംസ, എന്നോടുകൂടി പറഞ്ഞാലും ഞാനും കൂടി കേട്ടോട്ടെ. അഥ ധാത്രി, ചോദ്യം കേട്ട ആ പോറ്റമ്മ ധാത്രി വിധീര്യമാണ് ഹർഷേണ, വെമ്പുന്നവളായ, ഹർഷം കൊണ്ട് സന്തോഷം കൊണ്ട് വെമ്പുന്നവളായ, തു, ഇവളൊരു പക്ക ഫ്രോഡാണെന്ന്, മന്ദര ഒരു കുരുട്ടുബുദ്ധിയുള്ളവളാണെന്ന് നന്നായി അറിയാവുന്ന ആ ധാത്രി പറയാമുത വളരെ സന്തോഷത്തോടു കൂടി കുബ്ജായൈ ആചചക്ഷേ, കുബ്ജയോട് പറഞ്ഞു, കൂനിയോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഭൂയസീം രാഘവാശ്രയം, മഹോത്സവമാകുന്ന രാഘവൻ്റെ ഐശ്വര്യത്തെപ്പറ്റി അവർ പറഞ്ഞു, ധാത്രി പറഞ്ഞു. രാജാ ദശരഥൻ സ്വഹ പുഷ്യേണ, നാളെ രാവിലെ, ജിതക്രോധം അനഘം രാഘവം രാമം, ക്രോധത്തെ വിജയിച്ച, അതത്തെ അല്ലെങ്കിൽ ക്രോധത്തെ അടക്കിയ, അനഘം കളങ്കമില്ലാത്ത സത്യവാനായ, രാഘവം രഘുകുലവംശജാതനായ, രാമം രാമനെ. ഇപ്പം രാജാവാകാനുള്ള ക്വാളിഫിക്കേഷൻസ്, യോഗ്യതകൾ ധാത്രി ഇവിടെ മന്ത്രിയോട് പറയുന്നു. യൗവരാജ്യേന അഭിഷേകം ചെയ്ത, യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ പോകുന്നു. അസഹ്യമായ വാർത്ത കേട്ട പാടെ കേൾക്കാത്ത പാടെ മന്ദര ഓടി കൈകയോട് വിവരം ധരിപ്പിക്കാൻ. 12 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങൾ അതിനെ സംബന്ധിച്ചാണ്. ധാത്ര്യാസ്തു വചനം ശ്രുത്വാ കുബ്ജാക്ഷിപ്രമർഷിത കൈലാസശിഖരാകാരാ പ്രാസാദാദവരോഹത സാദഹ്യമാനാ കോപേന
മന്ധരാ പാപദർശിനി ശയാനാമീത്യ കൈകേയീം ഇദം വചനമബ്രവീത്. ഉത്തിഷ്ഠ മൂഢേ കിം ശേഷേ ഭയം ത്വാമഭിവർത്തതേ ഉപപ്ലുതമഖൗഖേന കിമാത്മാനം ന ബുദ്ധ്യസി. അനിഷ്ടേ സുഭഗാകാരേ സൗഭാഗ്യേന വിഗദ്ധസേ ചലം हि तव സൗഭാഗ്യം നദ്യാശ്രോതൈവോഷ്ണഗീ. ഏവമുക്താ തു കൈകേയീ രുഷ്ടയാ പരുഷം വചഃ കുബ്ജയാ പാപദർശിന്യാ വിഷാദമഗമത് പരം. ധാത്ര്യാഹ വചനം ശ്രുത്വാതു. ധാത്രിയുടെ പോറ്റമ്മയുടെ വാക്കുകൾ കേട്ട ഉടനെ ക്ഷിപ്പം അമർഷിത കുബ്ജ, ഭയങ്കര ദേഷ്യമായി, ഭയങ്കരമായ അമർഷം പൂണ്ട കൂനി മന്ദര. കൈലാസശിഖര ആകാരാത്, കൈലാസശിഖരം പോലെയുള്ള പ്രാസാദാത് അവരോഹത, ആ കൊട്ടാരത്തിൻ്റെ പടികൾ പടപടപടപടയെന്ന് ചവിട്ടി താഴോട്ട് ഇറങ്ങി വന്നു. സാ പാപദർശിനി മന്ദര, ആ പാപദർശിയായ എപ്പോഴും കുറ്റം മാത്രം കാണുന്ന ദോഷൈകതൃക്കായിട്ടുള്ള ആ മന്ദര ദഹ്യമാന കോപേന, വെന്തുരുകുന്ന കോപത്തോടു കൂടി ശയാനം കൈകേയീം ഏത്യ, ശയിച്ചുകൊണ്ടിരിക്കുന്ന വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കൈകേയിയുടെ അടുത്ത് ചെന്ന് ഏത്യ, അടുത്ത് ചെന്ന് ഇതം വചനം അബ്രവീത്. ഉത്തിഷ്ഠം മൂഢേ, മൂഢേ എഴുന്നേൽക്ക്. കിം ശേഷേ, നീ കിടന്നുറങ്ങിക്കൊണ്ടേയിരുന്നു. ത്വാം ഭയം അഭിവർത്തതേ, നിനക്ക് അപായം ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു, അടുത്ത് വന്നിരിക്കുന്നു. ആത്മാനം അഘ ഔഖേന ഉപപ്ലുതം, ഭവതിയെ അഘ ഔഖേന, കൊടിയ ദുഃഖത്താൽ ഉപപ്ലുതം ബാധിക്കപ്പെട്ടിരിക്കുന്നു, നിന്നെ കൊടിയ ദുഃഖം ബാധിച്ചിരിക്കുന്നു. കിം ബുദ്ധ്യസേന, ഭവതി ഇത് അറിയുന്നില്ലേ? ഭവതി എന്തുകൊണ്ടാണ് ഇത് അറിയാത്തത്? അനിഷ്ഠേ, ഇഷ്ടമില്ലാത്തവളെ, ഉപേക്ഷിച്ചവളെ, ഭർത്താവിനാൽ തിരസ്കരിക്കപ്പെട്ടവളെ, സുഭാഗകരെ സൗഭാഗ്യേന വിഗത്തസേ, ഭവതി ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവളായി സൗഭാഗ്യത്താൽ പെരുമ നടിക്കുന്നല്ലോ, വളരെ പൊങ്ങച്ചം നടിക്കുന്നുണ്ടല്ലോ. തവ സൗഭാഗ്യം ചലഹി, ഭവതിയുടെ സൗഭാഗ്യം കുറയാൻ പോകുന്നു. ഉഷ്ണകേ നദ്യാഹ സ്രോത ഇവ, വേനൽക്കാലത്ത് നദിയിലെ ഒഴുക്കുമാതിരി. പാപദർശിന്യാ കുബ്ജയാ, പാപദർശിയായ കുബ്ജയാൽ. ഏവം രുഷ്ട്രയാ പുരുഷം വച ഉക്ത്വാ, ഇപ്രകാരം രുഷ്ട്രയാ കോപിഷ്ഠയായി, കോപത്തോടു കൂടി, പരുഷം വച, പരുഷമായ അസഹ്യമായ വാക്കുകൾ ഉക്ത്വാ പറഞ്ഞിട്ട്, തു ഉടൻ തന്നെ, കൈകേയി പരം വിഷാദം ആഗമത്, കൈകേയിക്ക് ഭയങ്കര സങ്കടം തോന്നി, ഭയങ്കര വിഷാദം തോന്നി. പരം വിഷാദമല്ല ആഗമത്ത്, പരം വിസ്മയം ആഗമത്താണ് എന്ന് ഇനിയുള്ള ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. 17-18 ശ്ലോകങ്ങൾ അതിനെ സംബന്ധിച്ചാണ്. കൈകേയീ ത്വബ്രവീകുബ്ജാം കച്ചിത് ക്ഷേമം ന മന്ധരേ വിഷണ്ണവദനാം ഹി ത്വാം ലക്ഷയേ വൃഷദുഃഖിതാം. മന്ധരാ തു വചഃ ശ്രുത്വാ കൈകേയ്യാ മധുരാക്ഷരം ഉവാച ക്രോധസംയുക്ത വാക്യം വാക്യവിശാരദ. ആകെ സംശയാലുവായിരുന്നെങ്കിൽ തന്നെയും തു കൈകേയി കുബ്ജാം അബ്രവീത്, കൈകേയി
കുബ്ജയോട് കൂനിയോട് പറഞ്ഞു. ക്ഷേമം ഹി മന്ദരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ത്വാം വിഷണ്ണ വദന വൃഷദുഃഖിതാം ലക്ഷയേ. ത്വാം, നിന്നെ, വിഷണ്ണ വദനാം, വിളറിയ മുഖത്തോടുകൂടി, വൃഷദുഃഖിതാം, ഭയങ്കരമായ ദുഃഖത്തോടുകൂടി ലക്ഷയെ കാണുന്നുവല്ലോ. ന കശ്ചിത്, അല്ല അതെന്താ കാരണം? ഇങ്ങനെയും പറയാം, മന്ദരേ, എനിക്ക് ക്ഷേമം തന്നെ, എന്നാൽ നീ വളരെ ദുഃഖിതയും വിഷ്ണവതിയായും കാണുന്നു. ഇതിനെ മാത്രം ദുഃഖിക്കാൻ എന്താ കാരണം? ഒരുമാതിരി മനുഷ്യനെ കളിയാക്കുന്ന ഉത്തരവാണ്. മന്ദര കോപിഷ്ഠിയായതിൽ അത്ഭുതമില്ല. തൻ്റെ ഉദ്ദേശം സ്വല്പം കൂടി വ്യക്തമാക്കുകയാണ് മന്ദര ഇനിയുള്ള ശ്ലോകങ്ങളിൽ. കയ്യേയ മധുരാക്ഷരം വചഃ ശ്രുത്വാതു. കയ്യേയിയുടെ മധുരാക്ഷരം, മധുരമായ അക്ഷരം, മൃദുവായിട്ടുള്ള വാക്കുകളെ ശ്രുത്വാതു, കേട്ട ഉടനെ. വാക്യവിശാരദ മന്ദര ക്രോധസംയുക്ത. വാഗ്മിയായ, നന്നായി സംസാരിക്കാൻ അറിയാവുന്ന മന്ദര ക്രോധസംയുക്ത, ക്രോധത്തോടു കൂടി വാക്യം ഉവാച, ഇപ്രകാരം പറഞ്ഞു. മന്ദരയുടെ വാക്സാമർഥ്യം എന്ന് അറിഞ്ഞാലോ? 19 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ അതിനെ സംബന്ധിച്ചാണ്. സാ വിഷണ്ണതരാ ഭൂത്വാ കുബ്ജാ തസ്യാഹി തൈഷിണീ വിഷാദയന്തി പ്രോവാച ഭേദയന്തി ച രാഘവം. അക്ഷയ്യം സുമഹദ്ദേവി പ്രവൃത്തം തുദ്വിനാശനം രാമം ദശരഥോ രാജാ യൗവരാജ്യേഭിഷിക്ഷ്യതി. സാസ്ന്യഗാധേ ഭയേ മഗ്ന ദുഃഖശോകസമന്വിതാ ദഹ്യമാനാനലനേവ തുദ്ദിതാർത്ഥമിഹാഗതാ. തവ ദുഃഖേന കൈകേയി മമ ദുഃഖം മഹദ്ഭവേത് തുദ്വദ്ദൗ മമ വൃദ്ധിശ്ച ഭവേദേവ ന സംശയഃ. നരാധിപകുലേ ജാത महिषी त्वं महीपतेः उग्रत्वं राजधर्माणां कथं देवि न बुध्यसि। धर्मवादी षडो भर्ता श्लक्ष्णवादी च दारुणः शुद्धभावेन जानीषे तेनैव मतिसंविधा। उपस्थितप्रयुज्यानः त्वयि सान्द्वमनर्थकम् अर्थेनैवाद्यते भर्ता कौसल्यां योजयिष्यति। अपवाह्य स दुष्टात्मा भरदं तव बन्धुषु काले स्थापयिता रामं राज्ये निहतकण्टके। शत्रुपदिप्रवादेन मात्रेव हितकाम्यया आशिविषयिवाङ्गेन बाले परिहृतस्त्वया। यथा हि कुर्याल् सर्पो वा शत्रुर्वा प्रत्युपेक्षितः राज्ञा दशरथेनाद्य सपुत्रा त्वं तथा कृतः। पापिनानृतसान्द्वेन बाले नित्यसुखोचिते रामं स्थापयदा राजे सानुबन्धा हता ह्यसि। सा प्राप्तकालं कैकेयी क्षिप्रं कुरु हितं तव त्रायस्व पुत्रमात्मानं मां च विस्मयदर्शनी। തസ്യാഹിത ഏഷിണീം
കൈകേയിയുടെ ഹിതം ആഗ്രഹിക്കുന്നവളായ സാ കുബ്ജ, ആ കൂനി, ആ മന്ദര, വിഷണ്ണതര ചപുത്വ, വളരെ വിഷാദവതിയായി മാറിയിട്ട്, എന്നിട്ടോ വിഷാദയന്തി, വിഷാദത്തോടുകൂടെ, രാഘവം ഭേദയന്തി, ഈ രാഘവനും ഇവളും തമ്മിലുള്ള ബന്ധം, അത് രാഘവൻ എന്ന് പറയുമ്പോൾ ദശരഥനാകാം രാമനാകാം, ഇവർ തമ്മിലുള്ള ബന്ധം അറുത്തു മുറിക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞു. ദശരഥ രാജാവ് ദശരഥൻ രാമം യൗവരാജ്യേ അഭിഷേഷ്യതി പ്രവൃത്തം, രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പോകുന്ന പ്രവൃത്തി അക്ഷയ്യം, ഇറവോക്കബിളാണ്, ഒരിക്കലും വ്യത്യാസം വരാത്തതും എന്നേക്കുമായി അനുഭവിക്കേണ്ടതാകുന്നു എന്ന് മന്ദര കൈകേയിയെ കോഷം ചെയ്യുന്നു. സുമഹത്, അതുകൊണ്ടാണ് അത് വലിയൊരു സംഭവമാണ് എന്നാണ് മന്ദര പറയുന്നത്. എന്നിട്ടോ ദേവി ത്വത് വിനാശനം, ദേവി അത് നിന്റെ ഭവതിയുടെ നാശത്തിനാണ്. സാസ്മി, ഞാൻ അഗാധേ ഭയേമഗ്ന, അഗാധമായ ഭയം പൂണ്ടവളായി, ദുഃഖശോക സമന്വിത, അതീവ ദുഃഖത്താൽ വേദന അനുഭവിക്കുന്നവളായി, വേദനയോടുകൂടി, അനലേന ഇവ ദഹ്യമാന, അഗ്നി പോലെ വെന്തുരുകുന്നവളായി, ത്വത്ഹിതാർത്ഥം, നിന്റെ താല്പര്യത്തിന്, ഇഹ ആഗത, ഇവിടെ വന്നിരിക്കുന്നു. ഇനി പറയാണ്, നമ്മൾ രണ്ടുപേരും ഒന്ന് തന്നെ, ഒരേ താല്പര്യമുള്ളവരാണ്. കൈകേയി തവ ദുഃഖേന മമ ഏവ മഹദ് ദുഃഖം ഭവേത്, തവ ദുഃഖേന, ഭവതിയുടെ ദുഃഖത്താൽ, മമ ഏവ, എൻ്റെ തന്നെ, മഹദ് ദുഃഖം ഭവേത്, അതിലും വലിയ ദുഃഖം സംഭവിക്കും, ദുഃഖം ഉണ്ടാകും. അതായത് ഭവതിക്ക് ദുഃഖം വന്നാൽ എനിക്ക് അതിനും വലുതായ ദുഃഖം വരും. തത് വൃദ്ധൗ മമ വൃദ്ധി ച ഭവേത് സംശയന, തത് വൃദ്ധൗ, ഭവതി വൃദ്ധിയാകുമ്പോൾ, മമ വൃദ്ധി, എൻ്റെ വൃദ്ധത്വം അല്ലെങ്കിൽ എനിക്കും പ്രായമാകും. തത് വൃദ്ധൗ, ഭവതിക്ക് ക്ഷേമം വരുമ്പോൾ, മമ വൃദ്ധി ച ഭവേത്, എനിക്കും ക്ഷേമം ഉണ്ടാവും. സംശയ ന, ഭവതിക്ക് ദുഃഖം വന്നാൽ എനിക്കും ദുഃഖം, ഭവതിക്ക് ക്ഷേമം വന്നാൽ എനിക്കും ക്ഷേമം. ഭവതി കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നായി മന്ദര. അവർ തുടർന്നു, ത്വം നരാധിപ കുലേ ജാത, ഭവതി ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവളാകുന്നു. മഹീപതേ മഹിഷീ ദേവി, രാജപത്നിയാകുന്നു. രാജധർമാണാം ഉഗ്രത്വം, രാജധർമ്മത്തിലെ ഉഗ്രത്വം, ക്രൂരത, കഥം ന ബുദ്ധ്യസേ, എന്താ നീ അറിയാത്തത്, നീ അറിഞ്ഞിരിക്കേണ്ടതല്ലേ. ധർമ്മവാദി ഷഡഹ ഭർത്ത, സഷ്ണവാദി ദാരുണച, ഭവതിയുടെ ഭർത്താവ് ധർമ്മത്തെപ്പറ്റി എപ്പോഴും പറയും, പക്ഷേ പ്രവൃത്തിയിൽ കാപട്യക്കാരന്. കൂടാതെ സഷ്ണവാദി മധുരമായി സംസാരിക്കും, മൃദുവായി സംസാരിക്കും. ദാരുണച, എന്നാൽ പ്രവൃത്തിയിൽ കഠിനഹൃദയനാണ്. ശുദ്ധഭാവേന ന ജാനീഷേ, നീ ഒരു ശുദ്ധയാ, ഭവതി ഒരു ശുദ്ധയാ, അതുകൊണ്ട് ന ജാനീഷേ, അതുകൊണ്ട് ഭവതി ഒന്നും അറിയുന്നില്ല. തേന ഏവം അതിസന്ധിത, മഹാരാജാവിനാൽ ഇപ്രകാരം ഭവതി വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. തേ ഭർത്ത, ഭവതിയുടെ ഭർത്താവ്, ത്വയി സ്വാന്തമേവ പ്രയുഞ്ചാന, വളരെ സ്വാന്തന വാക്കുകൾ മാത്രം പറഞ്ഞ്, മധുര വാക്കുകൾ പറഞ്ഞ്, അനർത്ഥകം ഉപസ്ഥിത, ആവശ്യമുള്ളപ്പം നാശം വരുത്തുന്നു. എന്നിട്ടോ അദ്യ കൗസല്യാം, ഇപ്പോൾ കൗസല്യയെ അർത്ഥേന യോജയിഷ്യതി, ധനം കൊണ്ട് അവളെ സൗഭാഗ്യവതിയാക്കി തീർക്കുന്നു. സഹ ദുഷ്ട ആത്മാ, ആ ദുഷ്ടാത്മാവ്, ആ ക്രൂരൻ, ആര്? ദശരഥ മഹാരാജാവ്. തവ ബന്ധുഷു, നിന്റെ ഭവതിയുടെ ബന്ധുക്കളുടെ ഇടയിലേക്ക്, ഭരതം അപവാഹ്യ, ഭരതനെ തള്ളിവിട്ടിട്ട്, എന്നിട്ടോ നിഖതകണ്ഠകേ,
മുള്ളുകളെല്ലാം മാറ്റി നിഹത കണ്ടകി വഴിയൊക്കെ സുഗമമാക്കി. കാല്യേ നാളെ രാവിലെ രാമം രാജ്യേ സ്ഥാപയിത രാമനെ രാജ്യാഭിഷേകം ചെയ്യുവാൻ പോകുന്നു. രാമനെ രാജ്യത്തിൻ്റെ അധികാരിയാക്കി മാറ്റാൻ പോകുന്നു. ബാലേ ആശിവിഷ ഇവ ശത്രുഹു. ആശിവിഷ സർപ്പം, ഇവ സർപ്പം പോലെ, ശത്രുഹു ശത്രു. ത്വയാപതി പ്രവാദേന എൻ്റെ ഭർത്താവാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഹിതകാമ്യ മാത്രൈവ എപ്പോഴും ഹിതം ആഗ്രഹിക്കുന്ന മാതാവിനെ പോലെ അങ്കേന പരിഹൃത നീ മടിയിൽ വെച്ച് ലാളിച്ചു കൊണ്ടിരിക്കുന്നു. ആരെ? തവ ഭർത്ത, നിന്റെ ഭർത്താവിനെ. ആ ഭർത്താവ് ആരാ? ശത്രുഹു. എങ്ങനെയുള്ള ശത്രുഹു? ആശവിഷ ഇവ സർപ്പത്തെ പോലെയുള്ള നിന്റെ ഭർത്താവിനെ മടിയിൽ വെച്ച് നീ ലാളിക്കുന്നു. പ്രത്യുപേക്ഷിത സർപ്പാവ ഉപേക്ഷിക്കപ്പെട്ട സർപ്പമാകട്ടെ അല്ലെങ്കിൽ പാമ്പാകട്ടെ, ശത്രുവാകട്ടെ, യഥാ കുര്യാത്ത് എന്താണോ ചെയ്യുക, ഒന്നും ചെയ്യാതെ വെറുതെ വിട്ട സർപ്പമോ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടുക ശത്രുവോ അവരെന്താ ചെയ്യുക? തനാഹി ദശരഥേന രാജ്ഞ അപ്രകാരം പോലെ അതുപോലെ തന്നെയാണ് ദശരഥ മഹാരാജാവ്. അദ്യ സപുത്ര ത്വം കൃത പുത്രനോടുകൂടിയ നിന്നെ ഇപ്പോൾ ചെയ്യുന്നത്. ദശരഥ മഹാരാജാവ് മൂർഖനെ പോലെ നിന്നെയും നിന്റെ പുത്രന്മാരെയും ഭരതനെയും കൊത്തുകയാണ്, ദ്രോഹിക്കുകയാണ് എന്നാണ് മന്ദര ഇവിടെ വിവക്ഷിക്കുന്നത്. പാപേന ഹി അനിർത സ്വാന്തേന ദുഷ്ടനായ പരമദുഷ്ടനായ അദ്ദേഹം അനിർത സ്വാന്തേന കള്ളത്തരം പറഞ്ഞ് അസത്യമായ സാന്ത്വനത്താൽ ബാലേ നിത്യ സുഖ ഉചിതേ ബാലേ എപ്പോഴും സുഖം അനുഭവിക്കേണ്ടതായ നിഷ്കളങ്കയായ കൈകേയിയെയും സാനുബന്ധ ഹതാസി ബന്ധുക്കളോടും കൂടി നശിപ്പിക്കുന്നു. ഹതാസി നിന്നെയും നിന്റെ ബന്ധുക്കളെയും ഇദ്ദേഹം ഈ ദശരഥ മഹാരാജാവ് അസത്യം പറഞ്ഞുകൊണ്ട് സ്വാന്തനിപ്പിച്ച് ശരിക്കും നശിപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് നശിപ്പിക്കുന്നത്? രാമം രാജ്യേ സ്ഥാപയത രാമനെ രാജാവായി അഭിഷേകം ചെയ്ത് മധുരമായ വാക്കുകളിൽ കൂടി നിന്നെയും നിന്റെ ബന്ധുക്കളെയും ഈ ദശരഥ മഹാരാജാവ് നശിപ്പിക്കുന്നു. വിസ്മയ ദർശനേ കൈകേയി വിസ്മയ ദർശനത്തോടു കൂടിയ അതിസുന്ദരിയായ ആ കൈകേയി, അതിബുദ്ധിമതിയായ ആ കൈകേയി, ബാലയല്ലിപ്പം അതിസുന്ദരിയും അതിബുദ്ധിമതിയുമായ കൈകേയി. സകാലം പ്രാപ്താത സമയം അടുത്തിരിക്കുന്നു, ആ കാലം അടുത്തിരിക്കുന്നു. തവഹിതം ക്ഷിപ്രം ഗുരു നിന്റെ ക്ഷേമത്തിനായിട്ട് ഭവതിയുടെ ക്ഷേമത്തിനായിക്കൊണ്ട് ക്ഷിപ്രം ഗുരു പെട്ടെന്ന് നടപടിയെടുത്താലും ആത്മാനം തന്നെയും പുത്രനെയും മാം എന്നെയും പ്രായസ്വ രക്ഷിച്ചാലും ഞങ്ങളെയൊക്കെ രക്ഷിച്ചാലും നിന്നെയും രക്ഷിച്ചാലും. മന്ദരയുടെ ഈ പ്രകടനം കൈകേയിയിൽ യാതൊരു വ്യത്യാസവും വരുത്തിയില്ല. 31 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങൾ കേട്ടുനോക്കുക. മന്ധരായാവചശ്രുത്വാ ശയാനാസശുഭാനനാം ഉത്തസ്ഥൗ ഹർഷസമ്പൂർണ ചന്ദ്രലേഖേ വശാരദി അതീവ സാതു സംഹൃഷ്ട കൈകേയീ വിസ്മയാന്വിത ഏകമാഭരണം ദത്വാ കുബ്ജായൈ പ്രമദോത്തമം. കൈകേയീ മന്ധരാം ദൃഷ്ട്വാ പുനരേവാബ്രവീദിദം ഇദം ഹി മന്ധരേ മഹ്യം ആഖ്യാസി പരമപ്രിയം ഏതന്മേ പ്രിയമാഖ്യാത്ര കിം വാ ഭൂയഃ കരോമി രാമേ വാ ഭരതേ വാകം വിശേഷം നോപലക്ഷയേ
തസ്മാതുഷ്ടാസ്മി യദ്രാജ രാമം രാജ്യേഭിഷശ്യതി ന മേ പരം കിഞ്ചിദസ്ത്വയാ പുനഃ പ്രിയം പ്രിയാർഹേ സുവജം വജഃ പരം തദാ ഹ്യവോജസ്ത്വമദപ്രിയോത്തരം പരം വരം തേ പ്രദദാമി തം ശയാനാസ വിശ്രമിച്ചു കൊണ്ടിരുന്ന കൈകേയി ദേവി മന്ദരായ വചശ്രുത്വ മന്ദരയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ശുഭാനന, നേരത്തെ വിഷാദവതിയായിരുന്നു, ഇപ്പോൾ ശുഭാനന, വളരെ സന്തോഷം പൂണ്ട മുഖത്തോടു കൂടി ഹർഷസമ്പൂർണ ഉത്തസ്തൗ ശാരദി ചന്ദ്രലേഖൈവ, ഹർഷസമ്പൂർണ വളരെ സന്തോഷത്തോടു കൂടി ഉത്തസ്തൗ എഴുന്നേറ്റു. എങ്ങനെ? ശാരദി ചന്ദ്രലേഖൈവ, ശരത്കാലത്തിലെ ചന്ദ്രക്കല എന്ന പോലെ അവർ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ടോ തു എന്നാൽ പ്രമദ ഉത്തമാസ കൈകേയി, ശ്രീരത്നമായ ആ കൈകേയി ദേവി വിസ്മയാന്വിത, വളരെ വിസ്മയം പൂണ്ടവളായി ഏക ആഭരണം കുബ്ജായൈ ദത്വ, ഒരാഭരണം എടുത്ത് കുബ്ജയ്ക്ക് നൽകി, സന്തോഷം കൊണ്ട് നൽകി. പുനഃ ഏവ, അതിൽ പിന്നെ മന്ദരാം ദൃഷ്ട, മന്ദരയെ നോക്കിയച്ച് കൈകേയി ഇതം അബ്രവേത്, കൈകേയി പ്രകാരം പറഞ്ഞു. മന്ദരേ മഹ്യം പരമം പ്രിയം ഹി ഇതം ആഖ്യാസി, എനിക്ക് വളരെ പ്രിയമായിട്ടുള്ള ഈ വർത്തമാനം നീ പറഞ്ഞു. മേ പ്രിയം ഏതത് ആഖ്യാത്ര്യാഹ തേ, മേ പ്രിയം എനിക്ക് പ്രിയപ്പെട്ട ഏതത് ഇത്, ആഖ്യാത്രയെ പറഞ്ഞ തേ നിനക്ക്, ഇത്രയും വളരെ സന്തോഷപ്രദമായ വാർത്ത അറിയിച്ച നിനക്ക്. ഭൂയ കിം വാകരോമി, വീണ്ടും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏകാഭരണം കൊടുത്തു കഴിഞ്ഞു. അഹം രാമേവ ഭരതേവ വിശേഷം ന ഉപലക്ഷ്യയേ, ഞാൻ അഹം രാമേവ ഭരതേവ, രാമനാകട്ടെ ഭരതനാകട്ടെ, വിശേഷം ന ഉപലക്ഷ്യയേ, അവർ തമ്മിലുള്ള വ്യത്യാസമൊന്നും, അവർ തമ്മിൽ യാതൊരു ഡിസ്ക്രിമിനേഷനും ഞാൻ കാണുന്നില്ല. തസ്മാ തുഷ്ടാസ്മി, അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷവതിയാണ്. രാമനാണേലും വേണ്ടില്ല, ഭരതനാണേലും വേണ്ടില്ല, ആർക്ക് രാജ്യാഭിഷേകം ചെയ്താലും ഐ ആം ഹാപ്പി. യത് രാമം, അതിനാൽ രാമനെ രാജ്യേ രാജ അഭിഷേഷ്യതി, അതിനാൽ രാമനെ രാജ്യത്തിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു, അതിൽ ഞാൻ ഭയങ്കര സന്തുഷ്ടയാണ്. മേ പരംപ്രിയം, എനിക്ക് വളരെ പ്രിയപ്പെട്ട, വളരെ സന്തോഷമുണ്ടാക്കുന്ന, ഇതഹ പരം വച കിഞ്ചിത് ഹി ത്വയാ പുനഃ സുഭജം ന, ഇതഹ ഇതിനേക്കാൾ, പരം വചഃ ഇതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു വാർത്ത, വലിയൊരു വാർത്ത, കിഞ്ചിത് ഹി ത്വയാ, കിഞ്ചിത് ഹി ഒട്ടും തന്നെ, ഒന്നും തന്നെ, ത്വയാ നിന്നാൽ വീണ്ടും പറയാനേയില്ല, പുനഃ സുഭജം ന, ത്വാം തഥാ നീ അപ്രകാരമുള്ള തം അങ്ങനെയുള്ളൊരു വാർത്തയെ അവോച പറഞ്ഞതിനാൽ, അതഹ പറഞ്ഞതിനാൽ, പ്രിയാർഹേ പ്രിയം അർഹിക്കുന്നു, പ്രിയോത്തരം പരം വരം വൃണു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്രേഷ്ഠമായ ഒരു വരത്തെ ചോദിച്ചുകൊള്ളുക. ദേ പ്രദദാമി, ഞാൻ നിനക്ക് ആ വരം നൽകുന്നുണ്ട്. ഈ 121 ഭാഗം ഇവിടെ സമാപിക്കുന്നു. കൈകേയിയുടെ വാക്കുകളിൽ മന്ദര പിന്തിരിഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട. അവർ കൂടുതൽ ഉത്സാഹഭരിതയായി വീണ്ടും കൈകേയി ദേവിയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. 122 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മന്ദരയുടെ ദുഷ്ട ആലോചനയാണ് അടുത്ത ഭാഗത്തിൽ. നമസ്കാരം.